നിങ്ങൾ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന 3 കുഞ്ഞു മക്കളുടെ മുഖത്തോട്ട് നോക്കി ഈ 2 ഡോക്ടർ ദമ്പതിമാരും അവരുടെ 3 മക്കളും ഒരു മലയാളി വനിതയും മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയും അടക്കം 242 ജനങ്ങളുമായി തങ്ങളുടെ അവസാനത്തെ യാത്രയിലേക്കാണ് തങ്ങൾ പറന്നുയർന്നതെന്ന് അവരോ നമ്മളോ ആരും തന്നെ കരുതിയിരുന്നില്ല. ഫ്ലൈറ്റ് അപകടത്തിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അപ്പൊ അതിന്റെ അടിയിൽ ഒരാൾ കമന്റ് പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും ഭാഗ്യം ചെന്ന മനുഷ്യനെന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം പറയുന്നത് ഫ്ലൈറ്റ് അപകടത്തിൽ പെട്ടതോടുകൂടി ഇദ്ദേഹം എമർജൻസി എക്സിറ്റ് വഴി പുറത്ത് ചാടുകയായിരുന്നു. ചാടി അദ്ദേഹത്തിന്റെ ബോധം പോയി. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ചുറ്റും ഒരുപാട് മൃതദേഹങ്ങളും കത്തിക്കരിഞ്ഞ മനുഷ്യ ശരീരങ്ങളും. അപ്പോൾ അത് കണ്ട് അദ്ദേഹം പേടിച്ചെണീറ്റ് ഓടി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ട്രോമ, അതായത് 242 സഹയാത്രികരും മരണപ്പെട്ടത് നേരിട്ട് കണ്ടു നിന്ന ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായ മനുഷ്യൻ തന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതൊരു വലിയൊരു സംഭവമായിട്ട് തന്നെ കിടക്കും. ജീവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെങ്കിലും ഒരു ആശ്വാസം ഉണ്ടല്ലോ എന്ന് ഓർത്ത് അതിയായ സന്തോഷമുണ്ട്. ആരാണ് ശരിക്കും ഇതിന് യഥാർത്ഥ ഉത്തരവാദികൾ? വിമാനത്തിന്റെ ശരിയായ പ്രോപ്പർ മെയിൻ്റനൻസ് നോക്കാതിരുന്ന അധികാരികളാണോ? ഇതുപോലെയുള്ള വിമാനങ്ങൾക്ക് ഫിറ്റ്നസ് ഓക്കെ ആക്കി കൊടുക്കുന്ന ഗവൺമെന്റ് ആണോ? ആരെയാണ് ഇപ്പം മാധ്യമങ്ങളും എല്ലാവരും പഴിചാരിക്കൊണ്ടിരിക്കുന്നത്? എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവരാരും മരണപ്പെട്ടതല്ല, ഇവരെല്ലാവരും കൊല്ലപ്പെട്ടത് തന്നെയാണ്. ഒരു വീഡിയോയിൽ വിപിൻ വേണു പറഞ്ഞതുപോലെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ വിമാനത്തിൽ യാത്ര ചെയ്ത ഒരു മനുഷ്യൻ പകർത്തിയ വിഷ്വൽസ് ആണ്. അതായത് ഇതിൽ പറയുന്നത് ഇതിൽ പ്രോപ്പറായിട്ട് ഇതിന്റെ സ്വിച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിസ്പ്ലേ അതുപോലെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻഡ് അല്ല എന്ന് പറഞ്ഞ് ഒരുപാട് ബാഡ് കമന്റ്സ് വിമാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ തന്നെ വിമാനത്തിന്റെ കണ്ടീഷൻസ് നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഫ്ലൈറ്റ് ഫുൾ ആയിരിക്കില്ല. ആ ഫ്ലൈറ്റിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 500 ഗ്രാം കൂടിയതിന്റെ പേരിൽ ലഗേജ് മുഴുവൻ അഴിപ്പിച്ച് നമ്മളെ നിർത്തി ബുദ്ധിമുട്ടിക്കുന്ന എയർലൈൻ കമ്പനീസ് ഉണ്ട്. പേയ്മെന്റ് ചെയ്ത ഫുഡ് നമുക്ക് കിട്ടാത്ത സംഭവങ്ങൾ, അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ എന്താ വേണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിന്റെ മാനേജ്മെന്റിന് ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ സ്റ്റാഫിന്റെ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളായിരിക്കും. എന്നിരുന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ യാത്ര കഴിഞ്ഞ ഉടനെ ഇതിന് KSRTC ബസ്സിലാണെങ്കിലും ശരി തന്നെ അതിന്റെ അതാത് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ ചെന്നിട്ട് പറ്റുമെങ്കിൽ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, നിങ്ങൾ അതിന്റെ കൃത്യമായ റിവ്യൂ എഴുതുക. ഇന്ന സംഭവങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് സംഭവിച്ചത്, നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഇതിൽ നന്നായിട്ട് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള റിവ്യൂസ് എഴുതുക. ഇങ്ങനെ റിവ്യൂസ് എഴുതുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ AI സംവിധാനങ്ങളും നിങ്ങളുടെ റിവ്യൂ കാണും. ChatGPT പോലെയുള്ള പല AI സംവിധാനങ്ങളും നമ്മുടെ റിവ്യൂസ് അനലൈസ് ചെയ്യും. നാളെ ഒരാൾ ഈ ഒരു ഫെസിലിറ്റിയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിവ്യൂ ഉൾപ്പെടെ കാൽക്കുലേറ്റ് ചെയ്താണ് അവർക്ക് മറുപടി കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ കൃത്യമായ റിവ്യൂസ് എഴുതുക. ഇത് നമ്മുടെ ഒരു കടമയായിട്ട് നമ്മൾ കണക്കാക്കുക. ഇതിനു മുമ്പും എയർ ഇന്ത്യ അപകടങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ബോയിങ് വിമാനങ്ങളുടെ അപകടങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ കാലിക്കറ്റ് നടന്ന അപകടം 18 പേര് മരിക്കാൻ ഇടയാക്കിയ മരണം. കുറച്ചും കൂടെ പുറകോട്ട് വേണമെങ്കിൽ ഏകദേശം 2010 മാംഗ്ലൂരുവിൽ വെച്ച് 150 പേരിലധികം ജനങ്ങൾ മരിക്കാൻ കാരണമാക്കിയ ഫ്ലൈറ്റ് ആക്സിഡന്റ്. അതിനു മുമ്പൊക്കെ പോവുകയാണെങ്കിൽ അറബിക്കടലിൽ ഫ്ലൈറ്റ് പതിച്ച സംഭവങ്ങളൊക്കെ എയർ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശം അഭിപ്രായം നേരിട്ടാൽ തീർച്ചയായിട്ടും അത് അതാത് വെബ്സൈറ്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ വെക്കുക, മറക്കരുത്. മറ്റു യാത്രകൾ നടത്തുന്ന നിങ്ങളുടെ പ്രവാസികളായ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക.